ഹായ് ഓൾ, വെൽക്കം ടു ട്രിപ്സ് ആൻഡ് ട്രീറ്റ്സ്. ഇന്ന് ഞാൻ വളരെ സിമ്പിളായിട്ട് ഉണ്ടാക്കാൻ കഴിയുന്ന ഒരു ഹൽവയുടെ റെസിപ്പിയാണ് കാണിക്കുന്നത്. ഇത് നമുക്ക് പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാൻ സാധിക്കും. വെറും 3 ഇൻഗ്രീഡിയൻസ് മതി. പഞ്ചസാരയോ ശർക്കരയോ ഒന്നും യൂസ് ചെയ്യുന്നില്ല. അപ്പോൾ ഈസി ആൻഡ് ടേസ്റ്റി ഡേറ്റ്സ് ഹൽവ എങ്ങനെ ഉണ്ടാക്കിയെന്ന് നോക്കാം. ഈത്തപ്പഴ ഹൽവ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞാനിവിടെ 2 കപ്പ് കുരു കളഞ്ഞെടുത്ത ഈത്തപ്പഴമാണ് എടുത്തിട്ടുള്ളത്. ഇനി നമ്മൾ അതിലേക്ക് 1 കപ്പ് ചൂടുവെള്ളമാണ് ചേർത്ത് കൊടുക്കുന്നത്. അരമണിക്കൂർ നേരം ഇങ്ങനെ സോക്ക് ചെയ്ത് വെക്കാം കേട്ടോ. അപ്പോഴേക്കും ഈത്തപ്പഴമൊക്കെ നന്നായി സോഫ്റ്റായി കിട്ടും. അതിനുശേഷം ഒരു ബ്ലെൻഡറിലോട്ട് മാറ്റി നമുക്കൊന്ന് നന്നായിട്ട് ബ്ലെൻഡ് ചെയ്തെടുക്കാം. അപ്പോൾ നമ്മൾ ഈ സോക്ക് ചെയ്ത് വെച്ച ആ വെള്ളത്തോടെ തന്നെയാണ് കേട്ടോ ഈത്തപ്പഴം അരച്ചെടുക്കുന്നത്. അങ്ങനെ നമ്മൾ നന്നായിട്ട് ബ്ലെൻഡ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഞാനിവിടെ ഒരു പാൻ എടുത്ത് വെച്ചിട്ടുണ്ട്. ലോ ടു മീഡിയം ഫ്ലെയിമാണ് ഓൺ ആക്കിയിട്ടുള്ളത്. പാനൊന്ന് ചൂടായി വരുമ്പോൾ 4 ടേബിൾ സ്പൂണോളം നെയ്യാണ് ചേർത്ത് കൊടുക്കുന്നത്. ഒരു 1/4 കപ്പ് നെയ്യ് ചേർത്ത് കൊടുക്കാം കേട്ടോ. ഇനി കുറച്ച് അണ്ടിപ്പരിപ്പ് ചോപ്പ് ചെയ്ത് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി നമുക്ക് അരച്ച് വെച്ച ഈത്തപ്പഴത്തിൻ്റെ പേസ്റ്റ് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. മീഡിയം ഫ്ലെയിമിലാണ് കേട്ടോ കുക്ക് ചെയ്യേണ്ടത്. ഈത്തപ്പഴത്തിലുള്ള വെള്ളത്തിൻ്റെ അംശമൊക്കെ മാറി നന്നായിട്ടത് നെയ്യൊന്ന് അബ്സോർബ് ചെയ്തെടുക്കും. അപ്പോൾ ആ ഒരു ടെക്സ്ചർ വരെ നമ്മളതൊന്ന് നന്നായിട്ട് ഇളക്കി യോജിപ്പിക്കണം. ഇനി നമ്മൾ 2 ടേബിൾ സ്പൂൺ നെയ്യാണ് ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ ഹൽവ എന്ന് പറയുമ്പോൾ മെയിൻ നെയ്യ് തന്നെയാണല്ലോ. അപ്പോൾ നമ്മളത് ഇടയ്ക്കിടയ്ക്കായിട്ടൊന്ന് ചേർത്ത് കൊടുക്കുക. എങ്കിൽ മാത്രമേ ഹൽവ കുറച്ചൊന്ന് കട്ടിയായിട്ട് ഇരിക്കുകയുള്ളൂ. ഇനി നമ്മൾ 2 ടേബിൾ സ്പൂൺ കോൺഫ്ലവർ എടുത്തിട്ടുണ്ട്. അതിലേക്ക് 1/4 കപ്പ് വെള്ളം ഒഴിച്ച് ലംസ് ഒന്നും ഇല്ലാതെ നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. ഇപ്പോൾ ഏതാണ്ട് ഒരു 15 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. അപ്പോഴേക്കും നിങ്ങൾക്ക് കാണാൻ പറ്റും നെയ്യൊക്കെ നന്നായിട്ട് അബ്സോർബ് ചെയ്ത് വന്നിട്ടുണ്ട്. അപ്പോൾ ഈ ടൈമിൽ നമ്മൾ കോൺഫ്ലവർ സ്ലറി ചേർത്ത് കൊടുക്കുകയാണ്. ഒന്ന് നന്നായി മിക്സ് ചെയ്തിട്ട് ഒന്ന് ഇളക്കി യോജിപ്പിച്ചെടുക്കാം. ഇനി 2 ടേബിൾ സ്പൂൺ നെയ്യും കൂടെ ഒന്ന് ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് കാണാൻ പറ്റും ഹലുവയുടെ ടെക്സ്ചറൊക്കെ ആയി നല്ല ഗ്ലോസി ആയിട്ട് വന്നിട്ടുണ്ട്. ഇനി 1/2 ടീസ്പൂൺ ഏലക്കാപ്പൊടിയും കൂടെ ചേർത്ത് കൊടുത്ത് ഒന്നുകൂടെ മിക്സ് ചെയ്ത് കൊടുക്കാം. പാനിൽ നിന്നൊക്കെ നല്ലപോലെ വിട്ട് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. ഇനി ഞാൻ ഈ ഒരു ഗ്ലാസ് ബൗൾ എടുത്തിട്ടുണ്ട്. കുറച്ച് നെയ്യ് തൂവി വെച്ചതാണ്. ഇനി നമ്മൾ ചൂടോടെ തന്നെ ഹലുവ ഇതിലോട്ട് ട്രാൻസ്ഫർ ചെയ്യുകയാണ്. ഇനി ഒന്ന് ലെവൽ ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കൊരു 2 മണിക്കൂർ നേരം ഒന്ന് നന്നായിട്ട് സെറ്റാവാൻ വെക്കാം. അതിനുശേഷം നമുക്കിതൊന്ന് ഡീമോൾഡ് ചെയ്തെടുക്കാം. അങ്ങനെ നമ്മുടെ ഈസി ആൻഡ് ടേസ്റ്റി ഡേറ്റ്സ് ഹൽവ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഈത്തപ്പഴം നമ്മുടെ വീട്ടിലുണ്ടെങ്കിൽ നമുക്ക് പെട്ടെന്ന് തന്നെ റെഡിയാക്കി എടുക്കാൻ സാധിക്കും. എപ്പോഴും നമ്മളെ വീട്ടിലുള്ള ഇൻഗ്രീഡിയൻസിൻ്റെ മതി. അപ്പോൾ ഈത്തപ്പഴമായിട്ട് കഴിക്കാൻ ചിലപ്പോൾ നമുക്ക് ഇഷ്ടമുണ്ടാവില്ല. അപ്പോൾ ഹൽവ ഒക്കെ ഇങ്ങനെ ആക്കി വെച്ചാൽ എല്ലാവർക്കും ഇഷ്ടമാവും. എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്സൊക്കെ അറിയിക്കുക. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. അതുപോലെ തന്നെ ഞാനൊരു വീറ്റ് ഹൽവ കുറച്ച് മുന്നേ ചെയ്തിരുന്നു. അപ്പോൾ അത് കാണാത്തവരുണ്ടെങ്കിൽ കണ്ടു നോക്കുക. അതും വളരെ സിമ്പിളായിട്ട് ഉണ്ടാക്കിയെടുക്കാൻ സാധിക്കും. അതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാവുന്നതാണ്. അതുപോലെ തന്നെ നിങ്ങളെൻ്റെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ കൂടെ ഒന്ന് ഇനേബിൾ ചെയ്ത് വെച്ചാൽ ഞാൻ ഇടുന്ന വീഡിയോസിൻ്റെ എല്ലാം നോട്ടിഫിക്കേഷൻസ് ലഭിക്കും. താങ്ക്സ് ഫോർ വാച്ചിങ്. ഓൾ ടേക്ക് കെയർ ആൻഡ് ബൈ.